കേരളത്തിലെ 2-നും 15-നും ഇടയ്ക്ക് സീറ്റ് എന്നുള്ളതായിരുന്നു എല്ലാ പ്രവാചകന്മാരും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലൊരു 2 കഴിഞ്ഞുള്ള ഒരു സംഖ്യ അവർക്ക് കിട്ടിയിട്ടുണ്ട് 3 സീറ്റുകൾ. 3 സീറ്റുകളെ കിട്ടിയിട്ടുള്ളൂ എങ്കിലും അതൊരു വൻ വിജയം തന്നെയാണ്. കാരണം ഇടതുപക്ഷവും അതുപോലെ തന്നെ വലതുപക്ഷവും ശക്തമായിട്ട് വടിവാളും കഠാരകളും ഊരിപ്പിടിച്ച കത്തികളും ഒക്കെയായിട്ട് നിൽക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാണ് ഈ 3 സീറ്റുകളിലേക്ക് 2 ജില്ലകളിൽ നിന്നും 3 സീറ്റുകളിലേക്ക് ഈ പ്രാവശ്യം അവർ കുതിച്ചെത്തിയത്. നേരത്തെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ വ്യാപ്തി വർദ്ധിപ്പിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായും അമ്പരപ്പിച്ചുകൊണ്ടും കൊല്ലം ജില്ലയിൽ നിന്നുകൂടി ഒരു സീറ്റ് സമ്പാദിച്ചുകൊണ്ട് ആരും പ്രതീക്ഷിക്കാത്തതും പ്രവചിക്കാത്തതുമായിട്ടുള്ള ഒരു സീറ്റ് സമ്പാദിച്ചുകൊണ്ട് അവർ നിയമസഭയിൽ എത്തിയിരിക്കുകയാണ്. ഈ 3 ഉള്ളൂ എങ്കിലും കനൽ ഒരു തരി മതി എന്ന് പറയുന്നത് ഇവരുടെ കാര്യത്തിൽ സത്യമാണ്. എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതുപോലെ കോൺഗ്രസും LDFുമായിട്ടും ചില തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ട്. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ അവരെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗം തന്നെയാണ്. ഇപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുറം ചൊറിയുന്ന ഒരു നിലയിലാണ് അവരിപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സംശയമില്ലാത്ത കാര്യമാണ്. ആ ദേശീയ വിഷയങ്ങളിലെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിനെ, ഹിന്ദുത്വത്തെ, BJPയെ, സംഘപരിവാറിനെ എല്ലാം എതിർക്കുന്നതാണ് ഈ 2 മുന്നണികളുടെയും മുഖ്യ അജണ്ട. അപ്പോൾ ഇവിടെ ശരിയായിട്ടും ദേശവിരുദ്ധമായ ശക്തികൾക്കെതിരെ, ഇന്ത്യ ഇപ്പോൾ നേരിടുന്ന ഭീഷണികൾക്കെതിരെ സംസാരിക്കുക എന്നുള്ള ദൗത്യം ഈ 3 പേരിലൂടെയായിരിക്കും നിയമസഭയിൽ സംഭവിക്കുക. അതിൻ്റെ അർത്ഥം ഏകപക്ഷീയമായിട്ടുള്ള പ്രമേയങ്ങൾ ഐകകണ്ഠ്യേന ഇനി കേന്ദ്രവിരുദ്ധമായിട്ട് കേന്ദ്രത്തിന് അയച്ചു കൊടുക്കുന്ന പരിപാടി ഇവിടെ അവസാനിക്കാൻ പോകും.